ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് ഡയറി ഡോട്ട്സ് 365. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മമ്മിയുടെ ബർത്ത്ഡേ ആണെന്ന്. സോ മമ്മിക്ക് ഞാനും അനിതയും കൂടെ ഒരു ബിഗ് സർപ്രൈസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോ ഇന്നത്തെ ഒരു ഹോൾ ഡേ ഓഫ് അമ്മയുടെ ബർത്ത്ഡേ അതായിരിക്കും ഇന്നത്തെ വ്ളോഗ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദി വീഡിയോ. ആൻഡ് ഇതാണ് എൻ്റെ വീട്. ഞാൻ വരുമ്പോൾ ഒരു 3 പേരും കൂടെ എന്തൊക്കെയോ പ്ലാനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഞാൻ അടുക്കളയിൽ കയറി നോക്കുന്ന സമയത്ത് ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ടെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വന്നതിന് ശേഷം അതെടുത്ത് ഫ്രൈ ചെയ്തു. അത് കഴിഞ്ഞിട്ട് റൈസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, ഗീ റൈസൊക്കെ. സോ ആഫ്റ്റർനൂൺ ലഞ്ച് ഞങ്ങൾ അടിച്ച് പൊളിച്ച് അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഞാൻ നേരെ മേമയുടെ അവിടെ പോയി. ബിക്കോസ് മേമൻ്റെ അവിടെ ആണ് ഞങ്ങൾ സർപ്രൈസ് പ്ലാൻ ചെയ്ത് അങ്ങനെ എന്താ അമ്മേനെയും അച്ഛനെയും അറിയിക്കാണ്ട് ഞങ്ങൾ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് ഇവിടെയാണ്. ഇവിടെ വന്ന് നോക്കുന്ന സമയത്ത് ഇതുണ്ടല്ലോ ഞാവൽപ്പഴം, അത് ചാച്ചൻ ആരോ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നു. പിന്നെ നമ്മളുടെ തൊട്ട് ബാക്കിൽ വലിയൊരു കുളമുണ്ട്, അവിടെ നിന്ന് മീനൊക്കെ പിടിച്ചിട്ട് നല്ല വലിയ മുട്ട മീൻ ബക്കറ്റിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ കണ്ടു, ഞാൻ കഴിച്ചു. ആൻഡ് പിന്നെ ചാച്ചൻ കേക്ക് വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. അത് നേരെ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ല, കാരണം അമ്മയ്ക്ക് അത് സർപ്രൈസാണ്. സോ അത് ഇവിടെ തന്നെ വെച്ച്, മേമയുടെ ഇവിടെ തന്നെ വെച്ച് കൂടെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ടോപ്പ് നോച്ച് നിന്നാണ് കേക്ക് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ പൂർണ്ണിമ ചോദിക്കുകയായിരുന്നു ഐസിങ് കേക്കൊക്കെയാണ് എന്ന് പറഞ്ഞു. പൊതുവേ അമ്മയുടെ ബർത്ത്ഡേ ആഘോഷിക്കാറേ ഇല്ല. അച്ഛനും അമ്മേൻ്റെയും ബർത്ത്ഡേ അവർ ആഘോഷിക്കാറില്ല. പിന്നെ ഈ സർപ്രൈസൊക്കെ പ്ലാൻ ചെയ്തത് അനിയത്തിയുടെ ഐഡിയ ആണ്. ഞങ്ങൾ ഷെയർ ചെയ്തിട്ട് ഒരു അടിപൊളി സർപ്രൈസാണ് വാങ്ങിയിട്ടുള്ളത്. ആൻഡ് ഞാനിത് വീട്ടിൽ കൊണ്ടുപോകണമല്ലോ, കാരണം ഇന്ന് വൈകുന്നേരം വീട്ടിൽ വെച്ചിട്ടാണ് കേക്കൊക്കെ മുറിക്കുന്നത്. ഇതാണ്. അപ്പോൾ ഞാൻ അനിയത്തിനെ ആദ്യം പറഞ്ഞു കേട്ടോ വീട്ടിലേക്ക്. എന്നിട്ട് ബാക്കിലൂടെ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, സോ അതിലൂടെ ഞാൻ കൊടുത്തു. ഫ്രണ്ടിൽ കൂടെ കൊണ്ടുപോയി അമ്മ കാണുമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ അങ്ങനെ കൊടുത്തിട്ട് അവൾ ആരും കാണാതെ നേരെ റൂമിൽ കൊണ്ടുപോയി ഒളിപ്പിച്ച് വെച്ചു. ദെൻ വൈകുന്നേരം ഒരു 6 o'clock ഒക്കെ ആയപ്പോൾ എല്ലാവരും വന്നു. ആൻഡ് കേക്ക് ശാസം വാങ്ങിയിട്ടുണ്ടെന്ന് അച്ഛൻ അറിയില്ലായിരുന്നു. സോ അച്ഛൻ വേറൊരു കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊരു നോർമൽ കേക്കായിരുന്നു. സോ 2 കേക്കായി. അപ്പോൾ ബർത്ത്ഡേ അടിച്ചു പൊളിക്കാനായി എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 6:30 ആയില്ല, 6:15 ഒക്കെ ആയപ്പോൾ തന്നെ എല്ലാവരും കുട്ടികളും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് എല്ലാവരെയും ഞങ്ങൾ വിളിച്ചിട്ടാണ് വന്നത് കേട്ടോ. അമ്മയ്ക്കും അച്ഛനും ഒന്നും അറിയില്ലായിരുന്നു. സോ ഞങ്ങൾ വിളിച്ചതിന് എല്ലാവരും വന്നു. ആൻഡ് ഇതാണ് അച്ഛൻ വാങ്ങിയ കേക്ക്. അപ്പോൾ അച്ഛൻ വാങ്ങിയ കേക്ക് വലിയ ഡെക്കറേഷനൊന്നും ഇല്ല, അതിൽ ഹാപ്പി ബർത്ത്ഡേ എന്നൊന്നും എഴുതിയിട്ടുണ്ടായിരുന്നില്ല. അച്ഛൻ എപ്പോഴും അങ്ങനെയാണ്, അങ്ങനെ ഹാപ്പി ബർത്ത്ഡേ എന്നൊന്നും എഴുതില്ല. ദെൻ മിച്ചാച്ചൻ വാങ്ങിയ കേക്കിൽ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. സോ എല്ലാവരും വന്ന് കേക്ക് മുറിക്കാൻ ഇങ്ങനെ റെഡി ആയിട്ട് ഇരിക്കുകയാണ്. അമ്മയ്ക്ക് ഇതിലൊന്നും അധികം താല്പര്യം ഇല്ലാത്ത ഒരാളാണ് കേട്ടോ. കുഞ്ഞു മക്കളൊക്കെ വന്നിട്ടുണ്ട്. ഇതെല്ലാം ഞങ്ങളുടെ കസിൻസാണ്. എല്ലാവരും തൊട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരെയും ഈസി ആയിട്ട് അവൈലബിൾ ആയതുകൊണ്ട് എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇതിലെ 2 ചാച്ചന്മാർ. ഈ ചാച്ചൻ ഗൾഫിലാണ്. ചാച്ചന് അങ്ങനെ അവൈലബിൾ ആയിട്ട് കിട്ടാറില്ല പൊതുവെ. എന്തോ ഇപ്രാവശ്യം അമ്മയുടെ ബർത്ത്ഡേക്ക് കറക്റ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ സർപ്രൈസ് ബർത്ത്ഡേ ഇങ്ങനെ ആഘോഷിക്കാം എന്നുള്ളത് പ്ലാൻ ചെയ്തതും ഇവരുള്ളത് കൊണ്ടാണ്. 2 ചാച്ചന്മാരും ദുബായിലായതുകൊണ്ട് അവർ 2 ആളെയും നമുക്ക് വിചാരിച്ച പോലെ അവൈലബിൾ ആയിട്ട് കിട്ടില്ല. സോ ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ. അങ്ങനെ കേക്ക് മുറി കഴിഞ്ഞു. കേക്ക് മുറിച്ചതിന് ശേഷം ആർക്കാണ് ഫസ്റ്റ് കൊടുക്കുക, ആരും വിളിച്ചിട്ട് പോകുന്നില്ല. അപ്പോൾ അച്ഛനെയാണ് എല്ലാവരും തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്, ആദ്യം അച്ഛനെ കൊടുക്കാൻ പറഞ്ഞിട്ട്. പിന്നെ അനിയത്തി പോയി അമ്മയുടെ ആ കേക്ക് ആദ്യം വാങ്ങി കഴിച്ചു. പിന്നെ എല്ലാ കുട്ടികളുണ്ടല്ലോ, അപ്പോൾ ഓരോരുത്തർക്ക് കൊടുത്തില്ല എന്നുള്ള ഒരു പരാതി പാടില്ല. സോ അമ്മ എല്ലാവർക്കും കൊടുക്കുകയാണ്. അച്ഛൻ വീഡിയോ എടുക്കുന്ന തിരക്കിലായിരുന്നു, ഞാനും വീഡിയോ എടുക്കുന്ന തിരക്കിലായിരുന്നു. അതുകൊണ്ട് അടുത്ത് പോകാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം അമ്മയ്ക്കും കൊടുത്തു, അമ്മ എനിക്കും തന്നു. എല്ലാവരും കുട്ടികളെ പോലെയാണല്ലോ, എല്ലാവരും അമ്മൻ്റെ താഴെയാണ്. സോ എല്ലാവർക്കും കൊടുത്തു. കുറേ കസിൻസ് ഉണ്ടല്ലോ, കുഞ്ഞു മക്കളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും കൊടുത്തു. ഒരാൾക്ക് കൊടുത്തില്ലെങ്കിലും ഭയങ്കര വിഷമം അവർക്കൊക്കെ. അങ്ങനെ വലിയവർക്കും കുഞ്ഞു കുട്ടികൾക്കും എല്ലാവർക്കും കൊടുക്കാനായി ഉള്ള കേക്കിന് കറക്റ്റായിട്ട് മുറിച്ചു. കുറച്ചാണെങ്കിലും നല്ല സന്തോഷത്തിൽ അവരെടുത്ത് കഴിക്കുകയും ചെയ്തു. അങ്ങനെ ഹാപ്പി ആയിരുന്നു ഒരു ഡേ ആയിരുന്നു കേട്ടോ അമ്മയുടെ ബർത്ത്ഡേ എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോഴും ഞങ്ങൾ ഒരുക്കി വെച്ച സർപ്രൈസ് അത് പൊളിക്കാനായിട്ടില്ല. ഞങ്ങൾ ആരെയും അറിയിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. ആകെ അറിയണ കുറച്ച് പേരുണ്ടായിരുന്നുള്ളൂ, മേമയും
ചാച്ചന് മാത്രമായിരുന്നു. അപ്പോൾ അവർ ഹോൾഡ് ചെയ്തിങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു. ആൻഡ് എല്ലാവരും കേക്ക് കഴിച്ചതിന് ശേഷം എന്തിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, എപ്പോഴാണ് എന്താ പറയാമെന്ന്. അപ്പോൾ എല്ലാവരും ബഹളമല്ലേ, അപ്പോൾ അവൾ പറഞ്ഞു ഒന്നും മിണ്ടാതിരിക്കാൻ. എന്നിട്ട് നേരെ പോയി സർപ്രൈസ് ഒരുക്കി വെച്ച് അതിനെ എടുത്തിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അറിയണം എന്താ സർപ്രൈസ് എന്നുള്ളത്. അപ്പോൾ കണ്ടതും മനസ്സിലായിട്ടുണ്ടാവും, കാരണം പിടിച്ച് നോക്കുമ്പോൾ ബോക്സിൻ്റെ ഒരു ഫീലാണല്ലോ. അപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായത് സാരിയാണ് എന്ന്. എങ്കിലും എന്താ കുറേ ഓപ്ഷൻസ് ഉണ്ടല്ലോ. അപ്പം എന്തൊക്കെയാണ് ഒരുക്കിയിരിക്കണേന്ന് അവർക്ക് അറിയില്ല, കാരണം ഒരുപാട് ഓപ്ഷൻസ് ഉള്ള കാരണം വേഗം പൊട്ടിച്ച് വെക്കാൻ പറഞ്ഞു. പിന്നെ ആ സമയത്ത് എല്ലാവരും ഉള്ള ടൈമിൽ തന്നെ വേഗം പൊട്ടിച്ചു അമ്മ. പൊട്ടിച്ചപ്പോൾ ഇത് വാങ്ങുന്നതിന് മുമ്പേ അമ്മയ്ക്കൊരു ചെറിയൊരു അറിയാത്ത പോലെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അനിയത്തി ഒറ്റയ്ക്കാണ് സാരി എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നത്, അവളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ. പിന്നെ ഞാൻ പൈസ മാത്രമേ കൊടുത്തു വിട്ടുള്ളൂ, ഞാൻ കൂടെ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഡിസൈൻ എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എടുത്തിട്ട് വന്നതിന് ശേഷം അമ്മയടുത്ത് എന്താ ഇത് ചോദിച്ചു, അഭിപ്രായം ചോദിച്ചിട്ടുണ്ടായിരുന്നു, അമ്മയ്ക്ക് ഏതാ ഇതിൽ ഇഷ്ടപ്പെട്ടതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവൾ വാങ്ങിച്ചത് തന്നെയാണ് അമ്മയ്ക്കും ഇഷ്ടപ്പെട്ട ഒരു സാരി ഉണ്ടായിരുന്നത്. സോ രണ്ടാളും കൂടെ ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എല്ലാവരും ഇങ്ങനെ പറയുണ്ടായി, ഇത്രയും വർഷമായിട്ട് സർപ്രൈസോ ഗിഫ്റ്റ്സോ അങ്ങനെയൊന്നും കൊടുക്കാറില്ല, കിട്ടിയിട്ടില്ല അമ്മയ്ക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഒരു സാരി കൊടുത്തപ്പോൾ നല്ല ഹാപ്പിയായി. പക്ഷേ ആ ഹാപ്പിനെസ് ഉണ്ടല്ലോ പുറത്തിങ്ങനെ കാണിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ടല്ലോ, ആ ഒരു അവസ്ഥയിലായിരുന്നു. ശരിക്കും അമ്മയ്ക്ക് നല്ല ഹാപ്പി ആയിട്ടോ. അപ്പോൾ എന്തായാലും അമ്മയുടെ സർപ്രൈസ് ബർത്ത്ഡേ വ്ലോഗ് കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് കീപ് വാച്ചിങ് അവർ വീഡിയോ. Also support ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Once again, thank you so much for watching this video. See you on next video. Till then, bye from Daily Dots 365.